കാണൂ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അതെ, എങ്ങോട്ടാ? വീണ്ടും അവളുടെ അടുത്തേക്കാണോ? ആണെങ്കിൽ നിനക്കെന്താ? ഇത്രയും കാലം നീ നിനക്ക് തോന്നിയ പോലെ ജീവിച്ചില്ലേ? ഇനി എന്റെ ഇഷ്ടത്തിന് ഞാനും അങ്ങ് ജീവിക്കും. ഓ, നിങ്ങൾക്ക് എന്ത് വേണേലും ആയിക്കോ. പക്ഷേ ലേറ്റായിട്ട് വന്നാലേ ഞാൻ ഈ വാതിൽ തുറക്കില്ല. ആ വന്നല്ലോ. ഇനി ഞാനിവിടുന്ന് പോകുന്നതായിരിക്കും നിനക്കിഷ്ടം അല്ലേ? ഇന്ന് ആർക്കെതിരെയുള്ള ഗൂഢാലോചനയാടി ഈ വീട്ടിൽ നടക്കാൻ പോകുന്നേ? എന്നെ കാണാൻ വന്നവരെ അപമാനിച്ചാലേ നിങ്ങളെ വീട്ടിൽ കയറ്റിയിരുത്തിയതിന് അനുപമയെ അവിടെ ചെന്ന് ഞാൻ അപമാനിക്കും. അങ്ങോട്ട് ചെല്ലടി. എന്നിട്ട് അവളുടെ കയ്യിൽ നിന്ന് വീണ്ടും തല്ല് വാങ്ങിച്ചോ. നിന്നെ കണ്ട അവള് കൈവയ്ക്കുന്നുള്ള കാര്യം ഉറപ്പാ. ആ നമസ്കാരം. അനുപമയുടെ വീട്ടിൽ എന്നെ കണ്ടപ്പോ നീ എന്താടാ ഇന്ദ്ര പറഞ്ഞേ? അത് വേണ്ട, അങ്ങോട്ടുള്ള വഴി അങ്ങ് മറന്നേക്കാൻ. പിന്നെന്താ ഇന്ദ്ര നീ ഇങ്ങോട്ടുള്ള വഴി മറക്കാത്തത്? ഞാൻ നിന്റെ ഭാര്യയെ കാണാൻ വന്നതല്ല, നിന്നെ കാണാൻ വന്നതാ. ഓ, ഇത്രയും കാലത്തിനിടയ്ക്ക് നീ ഒരു ദിവസമെങ്കിലും ആണായ നീ ആണുങ്ങളെ കാണാൻ തന്നെ വന്നല്ലോ. എടാ, നീയാണോടാ ആണ്? ഒരുത്തി ഭർത്താവിനെ വിട്ട് നിൽക്കാണെന്ന് അറിഞ്ഞ ഉടനെ അവളുടെ വീട്ടിലോട്ട് ചെന്ന് കയറുന്നതാണോടാ ആണ്? അല്ലാതെ പിന്നെ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ജീവിക്കുന്ന വീട്ടിലേക്ക് നുഴഞ്ഞു കയറുന്നവന്റെ പേരായിരിക്കും ആണെന്ന് അല്ലേ? ദേ, പിന്നൊരു കാര്യം, എന്റെ വീട്ടിൽ കയറി വന്ന് എന്നോട് മര്യാദകേട് സംസാരിക്കരുതെന്ന് ഒരിക്കൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാ. ദേ, നിന്നോടുകൂടി പറയാ, നിന്റെ എടാ പോടാന്നുള്ള വിളിയൊക്കെ സ്വന്തം വീട്ടിൽ പോയി വിളിച്ചാ മതി. മര്യാദകേട് നിനക്ക് കാണിക്കാമെങ്കിൽ എനിക്ക് പറയുകയും ചെയ്യാം. നീ ഇനി അനുപമ എനിക്കെതിരെ ഇളക്കി വിട്ടാ എന്റെ യഥാർത്ഥ സ്വഭാവം നീ അറിയില്ല. അതൊക്കെ എനിക്കും അറിയാം ഇന്ദ്ര. നമ്മൾ തമ്മിൽ കാണാൻ തുടങ്ങിയിട്ട് ഇപ്പൊ കുറെ കാലമായില്ലേ? ഞാനൊരു DNA ടെസ്റ്റിന്റെ കാര്യം ഒന്ന് പറഞ്ഞിരുന്നില്ലേ? അതെ, എന്റെ ആണത്വം തെളിയിക്കാൻ കൂടി വേണ്ടിയാ. അപ്പൊ ശരി. പിന്നെ നിങ്ങൾ എന്നെ കാണാൻ വന്നതല്ലെന്ന് എനിക്കറിയാം ഇന്ദ്ര. അനുപമ ഒരു കൊടുങ്കാറ്റാ. അവളെ ആരും ഇളക്കി വിടണ്ട. കാലാവസ്ഥ വ്യതിയാനം അനുസരിച്ച് അത് ആഞ്ഞു വീശിക്കൊണ്ടിരിക്കും. പോട്ടെ. അയാൾക്ക് വട്ട. ആ പുലമ്പലൊന്നും കേട്ട് നിങ്ങൾ ടെൻഷൻ ആവൊന്നും വേണ്ട. അതിന് നീർക്കോലി കടിച്ചാലും അത്താഴം മുടങ്ങും ഹർഷേ. അവള് അവനുമായിട്ടുള്ള ഇടപാട് തീർത്തേ പറ്റൂ. ഇന്ദ്ര, എന്ത് പ്രശ്നം ഉണ്ടായാലും അനുപമ എന്റെ ജോലി ബാധിക്കുന്ന ഒന്നും ചെയ്യാറില്ല. ഞങ്ങൾ പിണങ്ങി നിൽക്കുമ്പോൾ പോലും ഷോപ്പ് പണയം വെച്ച് കടം വാങ്ങാൻ എന്നെ സഹായിച്ചവളാ. അല്ല, എനിക്ക് തോന്നുന്നത് ഷോപ്പിന് അവകാശം ചോദിച്ചു വന്ന
ഇന്ദ്രൻ കോംപ്രമൈസിന് തയ്യാറാവുമെന്ന് തോന്നിയിട്ട് അവൾ വന്നേന്നാ. ഇന്ദ്ര, ആ രീതിയിൽ നീ അവളോട് സംസാരിച്ചു നോക്കിയില്ലേ? ഇല്ല, ഒരു വിട്ടുവീഴ്ച ഇല്ലാത്ത രീതിയിലായിരുന്നു അവളുടെ സംസാരം. രാവിലെ ഞാൻ വീട്ടിൽ പോയി രവി ഇറക്കി വിടാൻ നോക്കി എന്റെ പക തീർക്കുക അവളിപ്പോ. അവൻ തന്നെ ഹർഷേ അവളുടെ പുറകിൽ. അവളുടെ വീട്ടുകാരറിഞ്ഞുകൊണ്ടാണെങ്കിൽ ഒരിക്കലും അനുപമ ഒറ്റയ്ക്ക് എൻ്റെ അടുത്തേക്ക് വിടില്ല. അച്ഛനോ രഘു അവളോടൊപ്പം വരും. അവരാരെങ്കിലും വന്നിരുന്നെങ്കിൽ അപ്പൊ തന്നെ ആ കാര്യത്തിലൊരു തീരുമാനം എടുക്കായിരുന്നു. ഇതൊരുമാതിരി നാണക്കേട് ഉണ്ടാക്കാൻ വേണ്ടി കയറി വന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. ഒന്ന് ഉച്ചത്തിൽ സംസാരിച്ച പോലും നാണം കിടന്നത് ഞാനായിരിക്കും. ഈ രവി അനുപമയും തമ്മിൽ കാണാതിരിക്കാൻ വല്ല വഴിയുണ്ടോ ഹർഷേ? പണ്ട് നീ ചെയ്ത പോലെ അവന് വല്ല മരുന്നും കൊടുത്ത് ഭ്രാന്തനാക്കി പൂട്ടിയിടാൻ പറ്റൂടെ? അതൊന്നും ഇനി നടക്കില്ല ആന്റി. അയാളേ രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുക. നേരിട്ട് നിന്ന് ഫൈറ്റ് ചെയ്തേ പറ്റൂ. അനുപമ ആവശ്യപ്പെട്ടിട്ടാ രവി അവളെ സപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ അയാളെ അതിന്ന് ആർക്കും പിന്തിരിപ്പിക്കാൻ കഴിയില്ല. പിന്നെ ഒരു വഴിയുണ്ട്. എന്താ ഹർഷേ? അഭിമാനിയായ അനന്തൻ മാഷിനെ പോയി കണ്ട് മകൾ ഉണ്ടാക്കാൻ പോകുന്ന അപമാനത്തെക്കുറിച്ച് പറയുക. രവിയെയും അവളെയും ചേർത്ത് അല്പം പൊലിപ്പിച്ച് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. മകള് പേരുദോഷം ഉണ്ടാക്കുമെന്ന് അനന്തമാഷിന് തോന്നിക്കഴിഞ്ഞ അയാള് ചിലപ്പോ വീട് വാങ്ങിക്കാനുള്ള തീരുമാനം പോലും മാറ്റി അനുപമയെ പഞ്ചരത്നത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. മാന്യമായ രീതിയിൽ വിവാഹമോചനം നേടാൻ തയ്യാറായില്ലെങ്കിൽ മകളെ നാറ്റിക്കാൻ നിങ്ങൾക്കും കഴിയുമെന്ന് ഒരു താക്കീതും കൂടി അങ്ങ് കൊടുക്കാം. അഭിമാനം വിട്ടുകളയാത്ത അനന്തൻ മാഷ് അതിൽ വീഴുമെന്ന എന്റെ പ്രതീക്ഷ. മോനെ ഇന്ദിര, നീ ചെന്ന് അയാളെ നേരെ ചെന്ന് കണ്ട നിന്റെ കടയുടെ കാര്യത്തിനോട് തീരുമാനം ഉണ്ടാക്കാം. അതമ്മ, അദ്ദേഹത്തെ ഒരിക്കൽ കൂടി അഭിമുഖീകരിക്കുന്ന കാര്യം എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. വല്ലാത്തൊരു ഗതികെട്ട അവസ്ഥയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക ഞാനിപ്പോ.